ആഘോഷങ്ങൾ നടക്കും, ഇടക്ക് പാട്ടും ആട്ടവും ഒക്കെ ഉണ്ടാവും. അത് നടക്കുമ്പോ അതിലൊന്നും വരാതെ എനിക്ക് മറ്റൊരു ലോകത്ത് ആഘോഷിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറിയിരിക്കുമായിരുന്നു എന്ന് ആ ചക്രവർത്തി പറയുകയാണ്. എന്തോരാഘോഷം ഇവിടെ നടന്നാലും അതിലൊന്നും പങ്കെടുക്കാതെ എനിക്ക് മറ്റൊരു ലോകത്ത് ആഘോഷമുണ്ട്, ആഘോഷമാണ് എനിക്ക് അനുവദനീയമായത് എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യ മാറിയിരിക്കുമായിരുന്നു എന്ന് രാജാവ് പറയുമ്പോൾ രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാര് പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് സ്വർഗീയ ലോകത്തെ ആരാമത്തിന്റെ സുഖലോലുപതയുടെ പട്ടുമെത്തയിൽ ആ പ്രിയപ്പെട്ട മഹിളാരത്നം ഉല്ലസിക്കുന്നതായി ഞങ്ങൾ കണ്ടു. മാലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുഖത്തിന്റെ, അനുഭൂതിയുടെ, രസത്തിന്റെ, ആർദ്രതയുടെ, സന്തോഷത്തിന്റെ ആഘോഷപൂരത്തിലാണ് അവരുള്ളത് എന്ന് ആ പ്രിയപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കുമ്പോൾ ദുനിയാവിൽ കിട്ടുന്ന എല്ലാ ആഘോഷങ്ങളുടെയും പങ്കുപറ്റുന്ന എന്റെ പ്രിയപ്പെട്ട മലബാറിന്റെ സഹോദരങ്ങളെ, ഒരാഘോഷവും വിട്ടുപോകാതെ മുഴുവനും പൂർണ്ണമായും ആസ്വദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അത് ബർത്ത്ഡേ ആകട്ടെ, കല്യാണമാകട്ടെ, പുരതാമസമാകട്ടെ, ന്യൂ ഇയർ ആകട്ടെ, എവിടെയാണെന്ന് ആടാനും പാടാനും തുള്ളാനും അവസരം കിട്ടുന്നത് അത് മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന എന്റെ മലബാറിന്റെ പ്രിയപ്പെട്ട മുസ്ലിം മക്കളെ, കാൽപന്ത് കളിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ആഘോഷമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ആസ്വാദനത്തിന്റെ മുൾമനയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട്, പടച്ചവനെ മറന്നുകൊണ്ട് ഉല്ലസിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിചാരണയുണ്ടെന്ന് മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നാളെ അല്ലാഹുവിന്റെ ലോകത്ത് നന്മ തിന്മ തൂക്കി നോക്കുന്ന ത്രാസുണ്ടെന്ന് മറന്നു പോകല്ലേ ചെറുപ്പക്കാരാ. 500 വർഷം ഇടതടവില്ലാതെ പടച്ചവനെ സുജൂദ് ചെയ്ത പ്രിയപ്പെട്ട മനുഷ്യനോട് എന്റെ റഹ്മത്ത് കൊണ്ട് ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ പടച്ച റബ്ബ് പറയുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, 500 വർഷം നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്തതല്ലേ, എന്നിട്ടും നിന്റെ റഹ്മത്ത് കൊണ്ടാണോ ഞാൻ സ്വർഗത്തിൽ കടക്കേണ്ടത്? 500 വർഷത്തെ ഇബാദത്തിനെ വന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു കൊടുത്തിരിക്കുന്ന കണ്ണിന്റെ ഇമയുടെ അളവിനോളം പോലും തുല്യമല്ലാത്ത ഇബാദത്താണ് 500 വർഷത്തെ കെട്ടിവെച്ചിരിക്കുന്ന ഇബാദത്ത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ നിഅമത്തുകളെ മുഴുവനും കയ്യിൽ വാങ്ങിവെച്ച്, അനുഗ്രഹങ്ങളെ മുഴുവനും കയ്യിൽ വാങ്ങിവെച്ച്, കാരുണ്യവാനായ പടച്ചവൻ തന്ന സൗഭാഗ്യങ്ങളെ മുഴുവനും ആസ്വദിച്ച് ഭൗതിക ലോകത്ത് സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങളുടെ നെഞ്ചകത്തേക്കായിരിക്കട്ടെ ഈ ശുഹദാ ആണ്ട് നേർച്ചയുടെ ഈ പ്രഭാഷണ ശകലങ്ങളുടെ അക്ഷരമുത്തുകൾ വന്ന് പതിച്ചിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, സ്വർഗ്ഗത്തിന്റെ മനോഹാരിത കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആരംഭപ്പൂ നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വർഗീയമായ കാഴ്ചകളുടെ മഹാത്ഭുതങ്ങളെ കുറിച്ച്.